ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുന്തിരി വൈനാണ്. നല്ല വീര്യമുള്ള ഈ മുന്തിരി വൈൻ വളരെ കുറച്ച് ദിവസം കൊണ്ട്, അതായത് 5 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ 1/2 കിലോഗ്രാം മുന്തിരി നന്നായി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഇത് 300 ഗ്രാം പഞ്ചസാരയുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. നല്ല മധുരം വേണമെങ്കിൽ 1/2 കിലോഗ്രാം മുന്തിരിക്ക് 1/2 കിലോഗ്രാം തന്നെ പഞ്ചസാര എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മുന്തിരിയുടെ പകുതിയോ അതിൽ കുറച്ചോ എടുത്താലും മതി. തിളപ്പിച്ചാറിയ വെള്ളം 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 ഏലക്ക, 4 ഗ്രാമ്പു, ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം കറുവപ്പട്ട. ഈ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആദ്യം തന്നെ ഈ മുന്തിരി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കടായിലേക്ക് 1/2 ലിറ്റർ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുന്തിരി ചേർക്കാം, സ്പൈസസ്, പിന്നെ പഞ്ചസാര. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ മുന്തിരിയിലെ കളറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ചില മുന്തിരിയുടെ പുറംതൊലി നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അത്തരം മുന്തിരി ആണെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടുതൽ ചൂടാക്കി കൊടുത്തെങ്കിൽ അതിലെ കളറൊക്കെ നന്നായിട്ട് വരുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഇതിലെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നവരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒന്നുകിൽ കൈ കൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വൈൻ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം വൃത്തിയായി കഴുകി ഉണക്കിയെടുത്തതായിരിക്കണം, അല്ലെങ്കിൽ വൈൻ പെട്ടെന്ന് തന്നെ കേടായി പോകും. വൈൻ തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഭരണി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ജാറിൽ നിറയെ ഒഴിക്കരുത്, കുറച്ച് സ്ഥലം ഒന്ന് ഒഴിവാക്കിയിടണം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഈസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് ഈസ്റ്റ് 10 മിനിറ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വയ്ക്കണം, എന്നിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന ചെറു ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ചെറു ചൂടായ വെള്ളമായിരിക്കും. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. വൈനിന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് ചേർക്കുന്നത്. വീര്യം കുറച്ച് മതിയെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ച് വായു കടക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എങ്കിലേ ഇതിനകത്ത് നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. ഇനി ഒരു തുണി കൊണ്ടൊന്ന് മൂടി കെട്ടിവയ്ക്കാം. നമ്മൾ ഈ അടപ്പ് ശരിക്കും അടയ്ക്കാത്ത കാരണം ഇതിനകത്ത് അല്ലെങ്കിൽ പ്രാണികൾ കയറാൻ സാധ്യതയുണ്ട്. ഇനി ഒന്നുകിൽ ഇത് അധികം വെളിച്ചം കിടക്കാത്ത ഒരു സ്ഥലത്ത് അനക്കാതെ വയ്ക്കുക, അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ള ഒരു തുണി കൊണ്ടൊന്ന് മൂടി വെച്ചാലും മതി. എന്നിട്ട് ഇതിന് 2 ദിവസത്തേക്ക് തുറക്കരുത്. 3-ാമത്തെ ദിവസം നമുക്കിത് തുറന്നു നോക്കാം. ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇതിലിപ്പോൾ നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ബബിൾസ് ഒക്കെ വരുന്നത് കാണാൻ പറ്റും. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെ കെട്ടിവയ്ക്കണം. ഇതുപോലെ തന്നെ നമുക്ക് 4-ാമത്തെയും 5-ാമത്തെയും ദിവസം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നത് വൈകിട്ടാകുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന തവി മറ്റ് കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഇത് 6-ാമത്തെ ദിവസമാണ്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അരിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിനി പിഴിഞ്ഞെടുക്കണ്ട, അത് കളഞ്ഞേച്ചാൽ മതി. ഞാനിത് ഇഴയടുപ്പമുള്ളൊരു അരിപ്പ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇതിന് പകരം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുത്താലും മതി. ഇനി അരിച്ചെടുത്ത വൈൻ ഇത് തയ്യാറാക്കിയ ഗ്ലാസ് ജാറ് ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ വേറെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചാലും മതി. എന്നിട്ട് നല്ല പോലെ ഇത് അടച്ചു വയ്ക്കണം. ഇത് കുറച്ച് ദിവസം കൂടി ഇതിൽ ഫെർമെൻറ്റേഷൻ നടക്കും. അതുകൊണ്ട് ബോട്ടിലിൻ്റെ 3/4 ഭാഗത്തോളം ഇത് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ വൈൻ പൊന്തി പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള മധുരവും നല്ല ഒരു ഫ്ലേവറും പിന്നെ ഗോതമ്പ് കൂടുതൽ ചേർത്ത കാരണം നല്ല ഒരു വീര്യമൊക്കെ ഉണ്ട്. 1 മാസമൊക്കെ ഇത് പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ.
അത് കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് വൈൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കേടാവും. ഇത് ഞാൻ 2 വർഷം മുൻപ് തയ്യാറാക്കിയ മുന്തിരി വൈനാട്ടോ. തയ്യാറാക്കിയപ്പോഴും നല്ല റെഡ് കളറൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ മട്ടൊക്കെ അടിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വൈൻ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുമ്പോഴൊക്കെ റമ്മിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബേക്കറിയിലേക്ക് ആ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതുപോലെ ഇൻസ്റ്റൻറ്റ് മുന്തിരി വൈൻ തയ്യാറാക്കി നോക്കുക. നല്ല വീര്യമുള്ള മുന്തിരി വൈൻ വേണമെങ്കിൽ ഈ അളവിലോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ ഗോതമ്പ് ചേർത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. നന്ദി.